നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പരിസ്ഥിതി സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന സന്ദേശവുമായി ലോകം പരിസ്ഥിതി ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ. AIYF പ്രവർത്തകർ ചേർത്തല AS കനാൽ ശുചീകരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കനാൽ ശുചീകരണം ശ്രദ്ധേയമായി. സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വൃക്ഷപൂജ ശ്രദ്ധേയം. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി നേതൃത്വം നൽകി. ആഡംബര വീട് വാടകയ്ക്കെടുത്ത ചാരായം വാറ്റി വിൽപ്പന നടത്തിവന്ന കേന്ദ്രത്തിൽ എക്സൈസ് റൈഡ്. 2000 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. ഒരാൾ അറസ്റ്റിൽ. ആലപ്പുഴ പറവൂരിലാണ് സംഭവം. സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തി ആക്രമിച്ച് ആഭരണങ്ങൾ കവർന്ന സംഭവം. ദമ്പതിമാർ പിടിയിൽ. കരുവാറ്റ സ്വദേശി പ്രജിത്ത്, ഭാര്യ രാജി എന്നിവരാണ് പിടിയിലായത്. മെയ് 25-നായിരുന്നു ഹരിപ്പാട് മുട്ടത്ത് വെച്ച സംഭവം. വാർത്തകൾ വിശദമായി. ജീവന്റെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണെന്ന സന്ദേശവുമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കിയിരുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകാനും കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാനുമാണ് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 1974 ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മരങ്ങളും കാവുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക, അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയത്. സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിലും ജില്ലയിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കലും പരിപാലനവും വൃക്ഷങ്ങളെ ആദരിക്കൽ കാർഷിക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ദിനാചരണ പരിപാടികളും സംഘടിപ്പിച്ചു. ടൈനൂസ് ആലപ്പുഴ. AIYF പ്രവർത്തകർ ചേർത്തല AS കനാൽ ശുചിയാക്കി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശുചീകരണ പരിപാടി AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ചേർത്തല AS കനാൽ ശുചീകരണവും പരിസ്ഥിതി പ്രവർത്തകനെ ആദരിക്കലും സംഘടിപ്പിച്ചത്. ജൈവ അജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നിറഞ്ഞുകിടക്കുന്ന കനാലിൽ നിന്നും ആദ്യഘട്ടമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നഗരസഭയിലെ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറി. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. വരും തലമുറയ്ക്ക് പരിസ്ഥിതിയെ കൈമാറുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടത് പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എക്കാലവും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന AIYF എന്ന് പറയുന്ന സംഘടന പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനവും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ സംഘടിപ്പിച്ചുകൊണ്ട് സെമിനാറുകളും ആശയപ്രചരണങ്ങളും എല്ലാം സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചേർത്തലയിലെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും ജലാശയ സംരക്ഷണ രംഗത്തും ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തകൻ R. സബീഷ് മണവേലിയെ ജില്ലാ പ്രസിഡന്റ് ബൈ രഞ്ജിത്ത് ആദരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PB ഗിരീഷ് കുമാർ, ചേർത്തല മണ്ഡലം സെക്രട്ടറി KC ശ്യാം, പ്രസിഡന്റ് അനൂപ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സജിത വിജയ്, KS ഷിബു, വിശാൽ വിജയൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അനൂപ് എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. ചുനക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ നിലയിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കേരള സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും നിർദ്ദേശാനുസരണം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്, ചുനക്കര ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. കരുതാം പരിസ്ഥിതിക്ക് കാവലാളാകാം, ഇക്കുറി ഹരിതകർമ്മ സേനയ്ക്കൊപ്പം എന്ന ഹാഷ്ടാഗിലാണ് സ്കൂൾ PTA ഈ വർഷത്തെ ദിനാചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ PTA പ്രസിഡന്റ് P. പ്രവീണിൻ്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി സ്കൂളിൻ്റെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് ചുട്ടുപൊള്ളുന്ന ചൂടിലായിരുന്നു. നമ്മുടെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയ ചൂടിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പം നമ്മൾ മഴയിലേക്ക് മാറിയിരിക്കുന്നത്. നമ്മുടെ നാട്
വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രതീക്ഷിക്കാത്തപ്പോൾ മഴ വരുന്നു, കഠിനമായ ചൂട് വരുന്നു, മഴയെങ്കിൽ വെള്ളപ്പൊക്കമാകുന്നു. നമ്മൾ ഒരിക്കൽ പോലും കേട്ടുകേൾവിയില്ലാത്ത പല അസുഖങ്ങളും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ ഭൂമിയെ നമ്മൾ വല്ലാതെ മിസ്യൂസ് ചെയ്യുകയാണ്. ഭൂമിയെ വിനിയോഗിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ഉപയോക്താക്കൾ മാത്രമായിട്ടുള്ള നമ്മൾ ഭൂമിയെ ദുർവിനിയോഗം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR അനിൽകുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ ചുനക്കര ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലെയും മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങളെയും പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് സ്കൂൾ PTAയുടെ ആഭിമുഖ്യത്തിൽ ആദരവും നൽകി. ഹരിതകർമ്മസേനയുടെ ചരിത്ര പശ്ചാത്തലവും പ്രവർത്തനവും പ്രാധാന്യവും സംക്ഷിപ്ത രൂപത്തിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ചു ചേർന്ന ഹരിത പ്രതിജ്ഞയും ചൊല്ലി. സമാഗതമായ കാലവർഷത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിലേക്കായി ഞങ്ങളുടെ ഹരിതകർമ്മസേനയ്ക്ക് സ്നേഹപൂർവ്വം GVHS ചുനക്കര എന്ന് ആലേഖനം ചെയ്ത മഴക്കൂട്ടുകൾ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് 30 സേനാംഗങ്ങൾക്കും വിതരണം ചെയ്തു. കൂടാതെ സ്കൂളിൻ്റെ വരുന്ന ഒരു വർഷത്തെ സ്ഥാപന യൂസർ ഫീ യോഗത്തിൽ വെച്ച് സ്കൂൾ പ്രിൻസിപ്പൽ സജി ജോൺ സേനാംഗങ്ങൾക്ക് കൈമാറി. തുടർന്ന് ആദരവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി പ്രിയ സംസാരിച്ചു. ചടങ്ങിൽ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകൻ KB രഘുദാസ് നന്ദി പറഞ്ഞു. ടൈനോസ് മാവേലിക്കര. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വൃക്ഷപൂജ നടത്തി. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വൃക്ഷപൂജ നടത്തി. പരിസ്ഥിതി സംരക്ഷണത്തിനായി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നും ആറുകളും തോടുകളും കുളങ്ങളും സംരക്ഷിക്കണമെന്നും ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വിപുലമായ രീതിയിൽ പൂജകളും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും പോഷണത്തിനുമായിട്ട് ഇവിടെ പ്രത്യേക അന്നദാനങ്ങളും മറ്റ് പല ചടങ്ങുകളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നമ്മുടെ ജലസ്രോതസ്സുകൾ, തോട്, ആറ് തുടങ്ങിയ ജലാശയങ്ങളെ ശുദ്ധീകരിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി പ്രദേശങ്ങളൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനും ശുചിത്വത്തിന്റെ ഭാഗമായി സംരക്ഷിക്കുന്നതിനും കൂടുതൽ വൃക്ഷങ്ങളെ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതിയെ പോഷിപ്പിക്കുന്നതിനും തുടങ്ങി പല രീതിയിലും നമ്മുടെ പരിസ്ഥിതി സംരക്ഷിച്ചില്ലെങ്കിൽ വളരെയധികം പ്രത്യാഘാതം ഭാവിയിലുണ്ടാകും. കാര്യദർശിമാരായ മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തി രഞ്ജിത്ത് B നമ്പൂതിരി, ആനന്ദ് നമ്പൂതിരി, രാജേഷ് നമ്പൂതിരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുറക്കാട് നടന്നു. H. സലാം MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന വൈവിധ്യ ബോർഡിന്റെ ജില്ലാതല പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഈ പ്രാവശ്യം വെള്ളം കയറിയ പ്രദേശം നോക്കിയാൽ പുഴയോട് ചേർന്ന ഭാഗത്ത് അവിടെയുള്ള ആൾക്ക് ഒരുപാട് പേർ ക്യാമ്പിലേക്ക് വേണ്ടി വന്നില്ല. ചില സ്ഥലത്ത് പോലും ചില സ്ഥലത്ത് വേണ്ടി വന്നില്ല. പക്ഷേ പുഴയോ തോടുകളോ ഒന്നും വലിയ തോടോ ഒന്നും ഇല്ലാത്ത, അതിന് സമീപത്തില്ലാത്ത തീരദേശത്ത് അല്ലെങ്കിൽ കരപ്രദേശത്ത് എല്ലാം ഉള്ള ആളുകളാണ് വെള്ളം കയറി, വീട്ടിനകത്ത് വെള്ളം കയറിയിട്ട് ക്യാമ്പിലേക്ക് വന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെയെല്ലാം പോയിട്ട് എങ്ങോട്ടെങ്കിലും വെള്ളം വെട്ടിവിടാൻ വല്ല വഴിയുണ്ടോ ചോദിക്കുമ്പോൾ വഴിയൊന്നുമില്ല. എന്ന് പറ്റാതെ വരാൻ വഴിയില്ല സാർ, ഇതാ പറയുന്നത്. എന്നിട്ട് കൂടെ ചെയ്യാൻ സെക്കൻഡ് സെന്റൻസ് ആയിട്ട് പറയും, ഇവിടുന്ന് വെള്ളം പോയിക്കൊണ്ടിരുന്നത് ഈ വഴിയായിരുന്നു, ഇവിടുന്ന് വെള്ളം പോയിക്കൊണ്ടിരുന്നത് ആ വഴിയായിരുന്നു. ഇങ്ങനെ 2-3 വഴി ഇങ്ങനെ പറയും. ആ വഴി കൊണ്ട് നോക്കിയാൽ നന്നായിട്ട് അടച്ച് കൂട്ടി പുരയിടായിട്ട് വെച്ചിരിക്കുകയും അങ്ങനെ വെള്ളമൊന്നും ഒഴുക്കിക്കളയാനുള്ള വഴി പോലും നമ്മുടെ മുമ്പിലില്ല. കുളങ്ങൾ ഇപ്പോൾ കാര്യമായിട്ടില്ല. മുൻപ് എല്ലാ വീടുകളിലും കിണറുണ്ടായിരുന്നു, ഇപ്പോൾ കിണറുമില്ല, കുഴൽക്കിണർ മാത്രമേ ഉള്ളൂ.
പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെ ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ കേരളത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണമെന്ന് എച്ച് പറഞ്ഞു. പുറക്കാട് പഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെയും SNM ഹയർ സെക്കൻഡറി സ്കൂൾ ജൈവവൈവിധ്യ ക്ലബിൻ്റെയും NSS യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ അധ്യക്ഷനായി. അന്തർദേശീയ കായൽ കൃഷി ഗവേഷണ പരിശീലന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KG പ്രദീപ് കുമാർ പരിസ്ഥിതി സംരക്ഷണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS മായാദേവി, ജൈവവൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്രുതി ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G വേണുലാൽ, പഞ്ചായത്ത് അംഗം പ്രിയ അജേഷ്, BMC കൺവീനർ B ഹരിദാസ്, NSS പ്രോഗ്രാം ഓഫീസർ സിത്താര, കൃഷി ഓഫീസർ ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു. SNM HSS പ്രിൻസിപ്പൽ EP സതീശൻ സ്വാഗതം പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടിയിലും ഹരിതകർമ്മ സേനാംഗങ്ങളെയും പ്ലാസ്റ്റിക്കും പാഴ്വസ്തുക്കളും ശേഖരിക്കുന്നവരെയും അനുമോദിച്ചു. ടൈം ന്യൂസ്, അമ്പലപ്പുഴ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയയുടെ നേതൃത്വത്തിൽ വിപുലമായ നിലയിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. 50,000 വനിതകൾ 50,000 വൃക്ഷത്തൈ നടീൽ പദ്ധതി ശ്രദ്ധേയമായി. തൃക്കാക്കരയിൽ നടന്ന ചടങ്ങിൽ ഉമാ തോമസ് MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മുൻ തലമുറ നട്ടുവളർത്തിയ ഫലവൃക്ഷങ്ങളിലെ ഫലവും അതുമൂലമുള്ള നന്മയും അനുഭവിക്കുന്ന നമുക്ക് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ കടമയുണ്ടെന്ന് ഉമാ തോമസ് MLA അഭിപ്രായപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച വനിതാ സംഘങ്ങളുടെ നേതൃത്വത്തിൽ 300ഓളം ഗ്രാമങ്ങളിലായി 50,000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ അതിരൂപതാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഉമാ തോമസ്. ജന്മദിനം, വിവാഹ വാർഷികം പോലുള്ള ഓർമ്മദിനങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന സംസ്കാരം വളർത്തിയെടുക്കണമെന്നും ഉമാ തോമസ് ആഹ്വാനം ചെയ്തു. തൃക്കാക്കര കരുണാലയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ നഗരസഭാ കൗൺസിലർ റസിയ നിഷാദ് അധ്യക്ഷയായിരുന്നു. കരുണാലയം സുപ്പീരിയർ സിസ്റ്റർ ലിനറ്റ് ചക്യത്ത വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി. സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ, എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിത സ്റ്റാൻലി, സഹൃദയ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിയൻ മനയംപള്ളി, ചീഫ് കൺസൾട്ടന്റ് തോമസ് കടവൻ എന്നിവർ സംസാരിച്ചു. പുതിയ തലമുറയ്ക്ക് പരിസ്ഥിതിയോടും മരങ്ങളോടും ആഭിമുഖ്യം വളർത്തുക, നാടൻ ഫലവൃക്ഷ ഇനങ്ങൾ പരമാവധി പ്രചരിപ്പിച്ച ഭക്ഷ്യസുരക്ഷയും ശുദ്ധവായുവും ശുദ്ധജലവും ശുദ്ധഭക്ഷണവും ഉറപ്പാക്കുക, ആഗോള താപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അവബോധം പകരുക, കാർബൺ ന്യൂട്രൽ ഗ്രാമങ്ങൾ രൂപീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് 300ഓളം ഗ്രാമങ്ങളിൽ വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പാക്കുന്നതെന്ന് സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ പറഞ്ഞു. നഷ്ടമാകാതെ അതിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന നല്ല വൃക്ഷങ്ങൾ നമ്മുടെ നാടിനും നമ്മുടെ വരും തലമുറയ്ക്കും അനുഗ്രഹമായി മാറുന്ന നല്ല വൃക്ഷങ്ങളായിട്ട് മാറട്ടെ എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 300-ലധികം വരുന്ന വില്ലേജുകളിൽ ഇതേസമയം തന്നെ ഇന്ന് 80,000-ലധികം വരുന്ന ഫലവൃക്ഷ തൈകൾ നടുകയാണ്. ഒരു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഏറ്റവും നല്ല വക്താവായിട്ടാണ്, പ്രവർത്തകനായിട്ടാണ്, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇന്ന് കേരള സമൂഹം അനുസ്മരിക്കുക PT സാറിനെ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിലാണ്. കാരണം അത്രമാത്രം ധീരമായിട്ടുള്ള നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി എടുത്ത വലിയൊരു ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്. അധ്യാപകർക്കായി വിദ്യാർത്ഥികളുടെ വൃക്ഷത്തൈ കായംകുളം അക്കോക്കിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 30 അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ വൃക്ഷത്തൈ കൈമാറി. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിൽ അക്കോക്ക് കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് നാസർ പുല്ലുകുളങ്ങര അധ്യക്ഷത വഹിച്ചു. അക്കോക്ക് കായംകുളം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഷാനവാസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ അക്കോക്ക് ജില്ലാ രക്ഷാധികാരി സുനിൽ മാജിക് ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചു വരുന്ന വികസനം, അതുപോലെ നഗരവൽക്കരണം ഒക്കെ അനിവാര്യമാണെങ്കിൽ കൂടിയും നമുക്ക് പച്ചപ്പ് നൽകുന്ന വനങ്ങളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ട്. പരിസ്ഥിതിയെ ഏറെ ഹാനികരമായി ബാധിക്കുന്ന രീതിയിലുള്ള വികസനം നമുക്ക് വേണമെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ അതിന് നമുക്കറിയാം, അതുമായി സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി വൃക്ഷങ്ങൾ നമ്മുടെ ഉള്ള സ്ഥലങ്ങളിൽ നട്ടുവളർത്തുന്ന ശീലം നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മഹത്തായ യജ്ഞവുമായിട്ട് അക്കോക്ക് കായംകുളം യൂണിറ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അക്കോക്ക് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രഭാഷ് പാലാഴി മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ കുമാർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ മുനീർ മോൻ, സുധീർ, ഹരി, സിന്ധു, ജയ, അക്കോക്ക് വനിതാ പ്രവർത്തകരായ റമീസ, ഷനിത ഷാജി, റസീന, അലി, ഗിരിജ, ജീന, സുമയ്യ എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, കായംകുളം. യുവകലാ സാഹിതി അരൂർ ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന പരിസ്ഥിതി ദിനാചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി.
തൈക്കാട്ടുശ്ശേരിയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത്. മുഴുവൻ യുവകലാ സാഹിത്യ പ്രവർത്തകരുടെ വസതികളിലും ഫലവൃക്ഷ തൈകൾ വയ്ക്കുന്നതിനാണ് തീരുമാനം. തിരക്കഥാകൃത്തും സംവിധായകനുമായ ഛോട്ടാ ഭീമിന്റെ തൈക്കാട്ടുശ്ശേരിയിലെ വസതിയിൽ മഹാകവി കുമാരനാശാന്റെ സ്മരണയ്ക്കായി ഓർമ്മമരം നട്ടുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. യുവകലാ സാഹിതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് കുടയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. അരൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് റഹീം പൂനശ്ശേരി അധ്യക്ഷത വഹിച്ചു. വേമ്പനാട്ട് കായലിന്റെ മലിനീകരണം ഉയർത്തുന്ന പാരിസ്ഥിതിക വിഷയത്തെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് MK ഉത്തമൻ പരിസ്ഥിതി പ്രബന്ധം അവതരിപ്പിച്ചു. ഛോട്ടാ വിപിൻ വൃക്ഷത്തൈ ഏറ്റുവാങ്ങി. യുവകലാ സാഹിതി മണ്ഡലം സെക്രട്ടറി R. ദിനിൽ, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR. രജിത, തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു, യുവകലാ സാഹിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പൂച്ചാക്കൽ ലാലൻ, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സ്മിത ദേവാനന്ദ്, ദിബീഷ്, വനിതാ കലാ സാഹിതി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സിന്ധു BV എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല അഖിലാഞ്ജലി കൺവെൻഷൻ സെന്ററിൽ വൃക്ഷത്തൈ നടീൽ സംഘടിപ്പിച്ചു. ചെയർമാൻ PD ലക്കി ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചേർത്തല അഖിലാഞ്ജലി കൺവെൻഷൻ സെന്ററിൽ വൃക്ഷത്തൈ വിതരണവും നടീലും സംഘടിപ്പിച്ചു. മലിനീകരണ നിവാരണ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക പരിസ്ഥിതി ദിനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അഖിലാഞ്ജലി ഓഡിറ്റോറിയം ഹാളിൻ അങ്കണത്തിൽ അതിൻ്റെ MD PD ലക്കി വൃക്ഷത്തൈകൾ നട്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ്. ഈ ദിനത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ സന്ദേശവുമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത്. അഖിലാഞ്ജലി ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ PD ലക്കി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വേളർവട്ടം ശശികുമാർ അധ്യക്ഷനായി. സ്മിത മേനോൻ, അമ്പലപ്പുഴ അനീഷ്, ജോബിച്ചൻ, ഷാജി, റിജിൻ നന്ദനം, സുരേഷ് കുമാർ, മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. ആഡംബര വീട് വാടകയ്ക്കെടുത്ത് ചാരായം വാറ്റി വിൽപ്പന നടത്തിവന്ന കേന്ദ്രത്തിൽ എക്സൈസിൻ്റെ റെയ്ഡ്. 2000 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. ഒരാൾ അറസ്റ്റ്. ആലപ്പുഴ പറവൂരിലാണ് സംഭവം. ആലപ്പുഴ പറവൂർ ഭാഗത്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തിവന്ന വാറ്റ് കേന്ദ്രത്തിൽ ആലപ്പുഴ എക്സൈസ് റേഞ്ച് പാർട്ടിയും സർക്കിൾ പാർട്ടിയും സംയുക്തമായി റെയ്ഡ് നടത്തി. 2000 ലിറ്റർ കോടയും വാറ്റ് ഉപകരണങ്ങളും കണ്ടെത്തി. ആലപ്പുഴ എക്സൈസ് റേഞ്ചിലെ ഇൻസ്പെക്ടർ MR മനോജും പാർട്ടിയും ആലപ്പുഴ സർക്കിൾ പാർട്ടിയും ചേർന്ന് സംയുക്തമായിട്ടാണ് പരിശോധന നടത്തിയത്. ആഡംബര വീട് വാടകയ്ക്കെടുത്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ വിൽപ്പനയ്ക്കായി ചാരായം വാറ്റി വിറ്റുവന്ന ക്രിമിനൽ കേസിലെ പ്രതിയായ ആലപ്പുഴ ജില്ലയിൽ പുന്നപ്ര നോർത്ത് തൂക്കുകുളം ശാരീരം വീട്ടിൽ 41 വയസ്സുള്ള അജേഷിനെ 2000 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും 6000 രൂപയും തൊണ്ടി മുതലും സഹിതം പിടികൂടി. ഇയാൾ ദിവസങ്ങളായി എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ EK അനിൽ, പ്രിവന്റീവ് ഓഫീസർ ജിജൂസ് ഗോപി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷഫീഖ്, അനിൽകുമാർ, രതീഷ് എന്നിവരും സർക്കിൾ പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ S. മധു, മനോജ്, VK സിവിൽ എക്സൈസ് ഓഫീസർമാരായ വർഗീസ് പയസ്, ആന്റണി എന്നിവരും പങ്കെടുത്തു. ടൈനൂസ്, ആലപ്പുഴ. സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതിയെ ഇടിച്ചു വീഴ്ത്തി ആക്രമിച്ച് ആഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ ദമ്പതിമാർ അറസ്റ്റ്. കരുവാറ്റ സ്വദേശി പ്രജിത്ത്, ഭാര്യ രാജി എന്നിവരാണ് അറസ്റ്റിലായത്. ഹരിപ്പാട് മുട്ടത്ത് മെയ് 25-നായിരുന്നു സംഭവം. മുട്ടത്തെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയ കേസിലെ പ്രതികൾ പിടിയിലായി. കഴിഞ്ഞ മാസം മെയ് 25-ാം തീയതി രാത്രിയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് വീട്ടിലേക്ക് പോയ യുവതിയെ മുട്ടം NTPC റോഡിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് മറ്റൊരു സ്കൂട്ടറിൽ പുറകെ പിന്തുടർന്ന് വന്ന് ഇടിച്ചിട്ട് ആഭരണങ്ങൾ കവർന്ന ദമ്പതിമാരായ കരുവാറ്റ വില്ലേജിൽ കരുവാറ്റ വടക്കുമുറിയിൽ കൊച്ചു കടത്തശ്ശേരിയിൽ വീട്ടിൽ സുരേന്ദ്രന്റെ മകൻ 37 വയസ്സുള്ള പ്രജിത്ത്, ഇയാളുടെ ഭാര്യ രാജി എന്നിവരാണ് അറസ്റ്റിലായത്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി ഹരിപ്പാട് തുണിക്കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി കവല ജംഗ്ഷനിലെത്തിയ സമയം യുവതിയുടെ കഴുത്തിലും കയ്യിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പ്രതികളുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് മറ്റാർക്കും സംശയം തോന്നാത്ത രീതിയിൽ പ്രതികൾ യുവതിയെ പിന്തുടർന്ന ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിയ സമയം പരിസരത്ത് മറ്റാരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം പെൺകുട്ടി വാഹനത്തിന് സൈഡ് കൊടുക്കാൻ ഒരുങ്ങവേ വാഹനം ഇടിച്ചിടുകയും രക്ഷിക്കാനെന്ന വ്യാജേന പ്രതികൾ യുവതിയെ പിടിച്ച് എണീപ്പിക്കുകയും മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. യുവതി റെയിൻകോട്ട് ഇട്ടിരുന്നതിനാൽ ശ്രമം പരാജയപ്പെടുകയും സംശയം തോന്നിയ യുവതി പിന്മാറാൻ ശ്രമിക്കുമ്പോൾ പെൺകുട്ടിയുടെ 2 കാലും കൂട്ടിപ്പിടിച്ച് തള്ളിയിട്ട ശേഷം പാസരം തട്ടിയെടുക്കുകയും തുടർന്ന് യുവതി ഓടുകയും മോഷ്ടാക്കൾ യുവതിയെ പിന്തുടർന്ന് തള്ളിയിട്ട ശേഷം ഇടതുകാലിലെ പാസരം പൊട്ടിച്ചെടുക്കുകയും ചാടിയണീറ്റ യുവതിയുടെ കൈച്ചെയിൻ പൊട്ടിച്ചെടുക്കുകയും മോതിരം ഊരിയെടുക്കുകയും ചെയ്തു.
യുവതി മറ്റാരോടും ബന്ധപ്പെടാതിരിക്കാൻ മൊബൈൽ ഫോൺ പ്രതികൾ ചെളിയിൽ വലിച്ചെറിയുകയും അല്പസമയത്തിനു ശേഷം അവശയായി പെൺകുട്ടി വീട്ടിലെത്തി വീട്ടുകാരുടെ വിവരം പറയുകയും വീട്ടുകാർ ഹരിപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിക്കുകയും കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് എത്തിയ പോലീസ് കൃത്യസ്ഥലം സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൽ തട്ടിയെടുത്ത സ്വർണ്ണാഭരണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ 2 ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്തിയിരുന്നു. ആ സമയം മുതൽ പോലീസ് ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തിവന്നു. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സ്വർണം വിൽക്കുകയും കിട്ടിയ പൈസ കൊണ്ട് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുകയും പോലീസ് കസ്റ്റഡിയിലാകില്ല എന്ന് ഉറപ്പിച്ച ശേഷം ദമ്പതികൾ തിരികെ നാട്ടിലെത്തിയതുമാണ്. നീണ്ട 9 ദിവസത്തെ കഠിന ശ്രമത്തിലൂടെയാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സുഹൃത്തുക്കളോടൊപ്പം ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. ആലപ്പുഴ വണ്ടാനത്ത് ആണ് സംഭവം. വണ്ടാനം സ്വദേശി 20 വയസ്സുള്ള സൽമാനാണ് മരിച്ചത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 2-ാം വാർഡ് വണ്ടാനം തറമേടം വീട്ടിൽ നവാസ് നൌഫില ദമ്പതികളുടെ മകൻ 20 വയസ്സുള്ള സൽമാനാണ് മരിച്ചത്. 3 സുഹൃത്തുക്കൾക്കൊപ്പം വണ്ടാനം ശാസ്ത ക്ഷേത്രത്തിന് പിന്നിലുള്ള കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു സൽമാൻ. കുളിക്കുന്നതിനിടെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നതിനെ തുടർന്ന് സുഹൃത്തുക്കൾ ബഹളം വെക്കുന്നത് കേട്ട് നാട്ടുകാർ ഓടിക്കൂടി തെരച്ചിൽ നടത്തി. വിവരമറിഞ്ഞ ആലപ്പുഴയിൽ നിന്നും അഗ്നിശമന സേന എത്തി കുളത്തിൽ മുങ്ങി തപ്പി സൽമാനെ പുറത്തെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പുന്നപ്ര പോലീസ് എത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ചേർത്തല ഗവൺമെൻറ് ടൗൺ LP സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി. ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ഗവൺമെൻറ് ടൗൺ LP സ്കൂളിൽ പ്രീ പ്രൈമറി കുരുന്നുകളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. മരങ്ങളെല്ലാം നമ്മൾ വെട്ടി നികത്തി മാറ്റിക്കളഞ്ഞു. ഇന്നിപ്പം നമ്മുടെ കൊച്ചുമക്കളടക്കം ഓരോരുത്തരും ഓരോ വീടുകളിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഏറ്റവും ശുദ്ധമായ വായു ശ്വസിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഇന്ന് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. ആ ഒരു ബോധത്തോടു കൂടി നമ്മുടെ കുഞ്ഞിന് കാലാകാലങ്ങളിൽ വരുന്നതായിട്ടുള്ള വ്യതിയാനങ്ങളിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളിൽ കൂടി നമ്മൾ ജീവിക്കുവാനായിട്ട് ഒരു മരം നമ്മുടെ വീട്ടിൽ നടുക. ആ ഒരു മരം നമ്മൾ നട്ട് നമ്മുടെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവനെ കൊണ്ട് തന്നെ അത് വെള്ളമൊഴിപ്പിച്ച് നമ്മൾ വലുതാക്കി വളർത്തി ഇത് കൊണ്ടുവരുമ്പോഴത്തേക്കും കുട്ടിക്ക് മനസ്സിലാകും ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ പ്രകൃതിയെ സ്നേഹിക്കുന്നു. PTA പ്രസിഡന്റ് മനോജ് മോൻ അധ്യക്ഷനായി. സ്കൂൾ പ്രഥമാധ്യാപിക NR സീത സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ രാജശ്രീ ജ്യോതിഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഷാലറ്റ്, പ്രിൻസി, സുജിത്, ലിജിയ, ശ്രീലത KR എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ LSS വിജയികൾക്ക് മെമൻറ്റോയും വിതരണം ചെയ്തു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല സെൻറ് മൈക്കിൾസ് കോളേജിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. കൃഷിവകുപ്പിൻ്റെ പദ്ധതി പ്രകാരമാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല സെൻറ് മൈക്കിൾസ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ഇനി പഠനത്തോടൊപ്പം പച്ചക്കറി കൃഷിയും. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് പദ്ധതിയുടെ ഉദ്ഘാടനം കോളേജ് അങ്കണത്തിൽ നിർവഹിച്ചു. നമ്മുടെ ഭക്ഷണത്തിൽ ഗൗരവം കാണിക്കാത്ത ഒരു സമൂഹമായി കേരളീയ സമൂഹം മാറിയിരിക്കുകയാണ്. നാവിൻ്റെ രുചി മാത്രം മതി നമുക്ക് എന്നുള്ള തരത്തിലേക്ക് നമ്മൾ എത്തി. പിന്നെ രോഗങ്ങൾക്ക് വഴിപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്യുന്ന തരത്തിലേക്കും നമ്മൾ എത്തിച്ചേരുകയാണ്. ഇവിടെ ഒരു പാഠം, കൃഷിയുടെ ബാലപാഠങ്ങൾ കൂടി ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായി ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നവരായി എല്ലാവർക്കും മാതൃകയായി മാറാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി കാർഷിക വിദ്യാരംഭം കുറിച്ചുകൊണ്ടാണ് സെൻറ് മൈക്കിൾസ് കോളേജിൽ അധ്യയനം ആരംഭിച്ചത്. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ സംയോജിത കൃഷിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ സെലസ്റ്റിൻ പുത്തമ്പരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ചേർത്തല തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു വർഗീസ്, സുനിൽ വർഗീസ്, രവി പാലത്തിങ്കൽ, സുജ ഈപ്പൻ, ഷൈജു, ചേർത്തല കൃഷി ഓഫീസർ മീലു, കൃഷി അസിസ്റ്റന്റ് KM സുനിൽകുമാർ, കർഷകൻ VS ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം യുറീക്ക ബാലവേദിയുടെ പ്രഖ്യാപനം നടന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മാസ്റ്റർ യാസിൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖല യുറീക്ക ബാലവേദിയുടെ പ്രഖ്യാപനം കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് കൈരളി വിലാസം ഗ്രന്ഥശാലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മാസ്റ്റർ യാസിൻ നിർവഹിച്ചു. സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലയിൽ ഗലീലിയോ യുറീക്ക ബാലവേദി, ഐൻസ്റ്റീൻ യുറീക്ക ബാലവേദി, CV രാമൻ യുറീക്ക ബാലവേദി,
ന്യൂട്ടൻ യൂറീക്ക ബാലവേദി തുടങ്ങി 4 ബാലവേദികൾ പ്രഖ്യാപിച്ചതായി അറിയിക്കുന്നു. ഗലീലിയോ യൂറീക്ക ബാലവേദി, ഐൻസ്റ്റീൻ യൂറീക്ക ബാലവേദി, ന്യൂട്ടൺ യൂറീക്ക ബാലവേദി, CV രാമൻ യൂറീക്ക ബാലവേദി എന്നിവയാണ് ബാലവേദികൾ. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം എസ് നസീം അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീകുമാരി, നിസാർ പൊന്നാരത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ, പ്രശസ്ത കവി മായ വാസുദേവ്, ജില്ലാ കമ്മിറ്റി അംഗം ഗീതാ കൃഷ്ണൻ, മേഖലാ പ്രസിഡന്റ് സുഭാഷ് ബാബു, ജാഫർ ഷെറീഫ്, ഹരികുമാർ കൊട്ടാരം, ലത ടീച്ചർ, ഉഷ ശശിധർ, SS നായർ, ബാബു വട്ടക്കാട്ട്, സലീം ലാൽ, ബാലവേദി കൺവീനർ കൃഷ്ണകുമാർ, ശോഭനകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മാസ്റ്റർ യാസിന്റെ കീബോർഡ് ഫ്യൂഷനും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലയിൽ പ്രഖ്യാപിച്ച 100 ബാലവേദികളിൽ കായംകുളം മേഖല കൂടുതൽ ബാലവേദികൾ രൂപീകരിക്കുമെന്നും ശാസ്ത്ര സാംസ്കാരിക സദസ്സുകളും സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ടൈനൂസ് ആലപ്പുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചിങ്ങവനം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന സമ്മേളന ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളന ഫണ്ടിന്റെ ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ മെമ്പർഷിപ്പ് വിതരണവും നടന്നു. ബി ഹരിലാൽ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ KSSPU എന്ന് പറയുന്നത് നമ്മൾ പെൻഷൻകാരുടെ കാര്യങ്ങൾ മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയാണ് എന്ന് വർഷങ്ങളായി നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രളയം ഉണ്ടായ സമയത്ത്, കോവിഡ് സമയത്തൊക്കെ കോടിക്കണക്കിന് രൂപ നമ്മൾ കളക്ട് ചെയ്ത് നമ്മളുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെ കളക്ട് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പെൻഷൻകാർ നമ്മളുടെ പെൻഷൻ്റെ ഒരു വിഹിതം തന്നെയാണ് ഈ കൊടുക്കുന്നത്. അല്ലാതെ പുറത്തുനിന്ന് 1 രൂപ പോലും നമ്മൾ സംഭാവനയായി സ്വീകരിക്കാറില്ല. നമ്മൾ സ്വരൂപിക്കുന്ന പണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പെൻഷൻ്റെ ഒരു വിഹിതം തന്നെയാണ്. KSSPU കായംകുളം ബ്ലോക്ക് ലൈസൺ ഓഫീസർ ഷറഫുദ്ദീൻ, ഡോക്ടർ മുരളി, ചന്ദ്രകുമാരി അമ്മ എന്നിവർ സംസാരിച്ചു. PS കൃഷ്ണകുമാർ സ്വാഗതവും ട്രഷറർ S വസന്തമ്മാൾ നന്ദിയും പറഞ്ഞു. മെമ്പർഷിപ്പ് രസീത് നൽകി ഫണ്ട് KSSPU സെക്രട്ടറി K ഹരികുമാർ ഏറ്റുവാങ്ങി. 2024 ജൂൺ 29 കൊല്ലം ആശ്രമം മൈതാനിയിൽ നടക്കുന്ന KSSPU 32ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന 50,000 പേരുടെ ശക്തി പ്രകടനത്തിന് മുന്നോടിയായിട്ടായിരുന്നു പരിപാടി. ടൈനോസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതി സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന സന്ദേശവുമായി ലോകം പരിസ്ഥിതി ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ. AIYF പ്രവർത്തകർ ചേർത്തല AS കനാൽ ശുചീകരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കനാൽ ശുചീകരണം ശ്രദ്ധേയമായി. സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വൃക്ഷപൂജ ശ്രദ്ധേയം. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി നേതൃത്വം നൽകി. ആഡംബര വീട് വാടകയ്ക്കെടുത്ത ചാരായം വാറ്റി വിൽപ്പന നടത്തിവന്ന കേന്ദ്രത്തിൽ എക്സൈസ് റെയ്ഡ്. 2000 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. ഒരാൾ അറസ്റ്റിൽ. ആലപ്പുഴ പറവൂരിലാണ് സംഭവം. സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തി ആക്രമിച്ച് ആഭരണങ്ങൾ കവർന്ന സംഭവം. ദമ്പതിമാർ പിടിയിൽ. കരുവാറ്റ സ്വദേശി പ്രജിത്ത്, ഭാര്യ രാജി എന്നിവരാണ് പിടിയിലായത്. മെയ് 25-നായിരുന്നു ഹരിപ്പാട് മുട്ടത്ത് വെച്ച സംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.